സാധാരണയായി BTSന്റെ ഇന്റർവ്യൂസ്, പ്രത്യേകിച്ച് ഫോറിൻ ലാംഗ്വേജ് ഇന്റർവ്യൂസ് കൈകാര്യം ചെയ്യുന്നത് നംജൂൺ ആയിരിക്കും. എന്നാൽ നംജൂണിന്റെ ഫുൾ മേൽനോട്ടത്തിലുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ഓരോ വെടലത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിൽ സ്കോർ ചെയ്യല് മറ്റു മെമ്പേഴ്സാ, പ്രത്യേകിച്ച് വി. I missed Jungkook kissing me. ഈ ചെക്കനൊരു തലവേദന തന്നെയാണ് കേട്ടോ. ആ തിരുവായ എങ്ങാനും തുറന്ന അന്ന് ജൂണിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. മറ്റേതുങ്ങളും മോശമൊന്നല്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. What could we expect from the album? What could we expect from the album? What could we expect from the album? Okay. ബൈ ദ ബൈ, ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ക്യാപിറ്റൽ FM എന്നൊരു ചാനലില് BTSന്റെ വെരി ബ്രിട്ടീഷ് ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ വന്നിരുന്നു വിത്തൗട്ട് നംജൂൺ. ക്യാൻ യു ഇമാജിൻ ഗൈസ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ഇന്റർവ്യൂ വിത്തൗട്ട് നംജൂൺ? അങ്ങനെ പറയാൻ വരട്ടെ, ഒരു ഗ്ലോബൽ മീഡിയയിൽ മുഴുവനായി ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വന്നപ്പോ അവര് കാണിച്ച ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിനെ അഭിനന്ദിച്ചേ മതിയാകും. ആരം എവിടെയെന്നുള്ള ചോദ്യത്തിന് വി പറഞ്ഞത് ജൂണി ഉറങ്ങാൻ പോയിന്നാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവൻ വായ തുറന്ന ജൂണിക്ക് ക്ഷീണാണെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ജൂണിയുടെ കണ്ണൊന്ന് തെറ്റിയാ മതി, ഇവന്മാര് നാണം കെടുത്തി വിട്ടോളും. സംഭവം നംജൂൺ വേറൊരു പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. വീനെ കുറ്റം പറയാനും പറ്റൂല, അതൊരു കിടന്നോണ്ടുള്ള പോഡ്കാസ്റ്റ് ആയിരുന്നേ. പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ മെയിൻ ഉദ്ദേശം തീറ്റയും കൂടിയൊക്കെ തന്നെയായിരുന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിക്കാന്നാണ് ആങ്കർ ആദ്യം അവരെ പഠിപ്പിച്ചു കൊടുത്തത്. ഒരു ബ്രിട്ടീഷ് ആഫ്റ്റർനൂൺ ടീ കൊടുത്തോണ്ടായിരുന്നു ഈ സെഷൻ ആരംഭിച്ചത്. ചായയിൽ എങ്ങനെ പഞ്ചസാര ഇടാം, ആ പഞ്ചസാര എങ്ങനെ മിക്സ് ചെയ്യാം, അതായത് ചായ ഇളക്കേണ്ട ശരിയായ ബ്രിട്ടീഷ് രീതിയായ ബാക്ക് ആൻഡ് ഫോർത്ത്. ആങ്കർ അത് കാണിച്ചു കൊടുക്കുമ്പോ ജിന്നും ഹോബിയും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ഞാനതല്ല ആലോചിക്കുന്നേ, ഒരു ചായ ഇളക്കാനൊക്കെ ഇത്രയും ബിൽഡപ്പോ? യുങ്കിയും എന്നെ പോലെ ചിന്തിച്ചോണ്ടാ തോന്നുന്നുണ്ട് ആളിതിലൊന്നും ഇടപെടാണ്ട് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്കോൺസ് എടുക്കുന്നു, ബട്ടറും ക്രീമും തേച്ച് തിന്നുന്നു, അതിനും കുറെ പ്രഹസനങ്ങള്. മേ ബി അതവരുടെ ആചാരമായിരിക്കും. പിന്നെയും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അവര്. ഇതില് കോളിംഗ് ദ കാറ്റർപില്ലർ കേക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു. ജിന്നേട്ട പറയാണ്, ഈ കേക്ക് കണ്ടിട്ട് ജങ്കൂക്കിന്റെ മുഖം പോലെ ഉണ്ട്. എന്താണ് ജിന്നേട്ട അങ്ങനൊരു ടോക്ക്? ഇത് ഒരു മൊയലിന്റെ പോലെയല്ലേ ഇരിക്കണത്? ഏലിയനോ കാറ്റർപില്ലറോ? കാറ്റർപില്ലർ തന്നെയല്ലേ? ആ കേക്കിന്റെ ഷേപ്പും ഉണ്ടക്കണ്ണൊക്കെ കണ്ട് ജങ്കൂക്കിന് തന്നെ ഡൗട്ടായി, ഇനിയിപ്പോ ഇത് ശരിക്കും എന്നെ പോലെ തന്നെയാണോ ഇരിക്കണേ? ഈ കോളിംഗ് ദ കാറ്റർപില്ലർ കേക്ക് വെറും ഒരു മധുരപലഹാരം മാത്രല്ല, ബ്രിട്ടീഷ് പോപ്പ് കൾച്ചറിന്റെ തന്നെ ഒരു ഭാഗമാണ്. 1990 ബ്രിട്ടനിലെ പ്രശസ്തമായ മാർക്സ് ആൻഡ് സ്പെൻസർ സൂപ്പർ മാർക്കറ്റാണ് ഈ കേക്ക് ആദ്യമായി വിപണിയിൽ എത്തിക്കുന്നത്. ഉള്ളിൽ ക്രീമും പുറത്ത് കട്ടിയുള്ള ചോക്ലേറ്റ് നിറച്ച സ്വിസ് റോൾ ആകൃതിയിലുള്ള ഈ കേക്കിന്റെ മുകളിലെ വലിയ കണ്ണുകളും ഒരു ചെറിയ ചിരിയോടുകൂടിയ കാർട്ടൂൺ ഫേസ് കട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിന്റെ ഒരു തലയും ചോക്ലേറ്റ് കൊണ്ട് തന്നെയുള്ള കാലുകളൊക്കെ ആയിട്ട് ഒരു കാറ്റർപില്ലറിന്റെ രൂപം തന്നെയാണുള്ളത്. UK കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ബർത്ത്ഡേ പാർട്ടികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവം കൂടിയാണ് ഈ കാറ്റർപില്ലർ കേക്ക്. And that is always my birthday tradition since I was a kid. I used to dress up as a pirate and eat the Colin the Caterpillar cake. Awesome. And now being 32, I still do that. ഈ കേക്കിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറഞ്ഞത്. കാരണം എനിക്കും ഈ ഇന്റർവ്യൂ കാണുന്നത് വരെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ മെമ്പേഴ്സിന് ഇതിനെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഈ കേക്ക് വന്ന ഉടനെ തന്നെ ഹോബിയൊക്കെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞ് ബർത്ത്ഡേ സോങ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ഈ ആജുഷിക്ക് മധുരം തീരെ പറ്റണില്ലാട്ടാ. എന്ത് ചെയ്യാനാ പർപ്പിളെ, വയസ്സായി തുടങ്ങിയില്ലേ, ഇനി വേണം ഹെൽത്ത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇത്രയും ഐറ്റംസ് ഒക്കെ തന്നതല്ലേ, എന്നാ പിന്നെ ആങ്കറിനും കൊടുക്കാം ഒരു കൊറിയൻ സ്നാക്ക്. പങ്ക്ടേഗി എന്ന് പേരുള്ള ഒരു കൊറിയൻ സ്നാക്ക് ആണ് അവര് കൊടുത്തേ. എനിക്കതല്ല, ജിന്നേട്ടൻ ഇതിന്റെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാണ്. ഒന്ന് പോ ജിന്നേട്ടാ, ഒരു തമാശക്കാരൻ വന്നേക്കുന്നു. അത് കഴിഞ്ഞവര് ആ സ്നാക്ക് തിന്നണ കണ്ടപ്പോ എനിക്ക് മറ്റേ ദുൽഖർ സൽമാന്റെ മൂവിയിലെ പപ്പടവട പൊടിച്ച് തിന്നണ സീനില്ലേ, അതാ ഓർമ്മ വന്നേ. ഈ കോമഡിയുടെ ഇടയിലും സീരിയസ് ആയിട്ടുള്ള ടോക്സ് നടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷത്തെ സർവീസിന് ശേഷം
അവര് വീണ്ടും ഒന്നിച്ചപ്പോ അവർക്ക് അവരുടെ ആ ഒരു ഫാമിലീനെ തിരിച്ചു കിട്ടിയെന്നൊക്കെ ഭയങ്കര ഇമോഷണലായി പറയുന്നുണ്ട്. പിന്നെ സർവീസിലിരിക്കുമ്പോഴത്തെ വിയുടെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ജിമിൻ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്ക് നല്ല മസിലൊക്കെ വെച്ച് ശരീരഭാരം കൂട്ടി വലിയ ആളായി മാറിയെന്നും പിന്നീട് വീണ്ടും പഴയ പോലെ മെലിഞ്ഞു എന്നൊക്കെ. ഇതിനിടയിൽ സർവീസ് ടൈമിൽ അവര് പരസ്പരം എത്രത്തോളം മിസ് ചെയ്തു എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. മിലിറ്ററിയിലായിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലെ വിഷമങ്ങളും ആശങ്കകളും മനസ്സിലാക്കാനും അത് തുറന്ന് സംസാരിക്കാനും തനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും സാധാരണയായി ഉള്ളു തുറന്ന് സംസാരിക്കാൻ മടിയുള്ള തനിക്ക് അവിടെ കുറച്ച് ബോറടിയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു എന്നും വി പറയുന്നുണ്ട്. എന്നാൽ സർവീസ് കഴിഞ്ഞ് അവർ വീണ്ടും ഒന്നിച്ചപ്പോൾ കഴിഞ്ഞ 13 വർഷമായി ഒന്നിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തടസ്സവും ഇല്ലാതെ പഴയതുപോലെ തന്നെ ഒന്നാകാൻ കഴിഞ്ഞു എന്നും അവര് വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. പിന്നെ വെംബ്ലി സ്റ്റേഡിയത്തില് മുമ്പ് നടത്തിയ കൺസേർട്ടിന്റെ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. ആ സമയത്ത് ലണ്ടനിലെ ബോഹീമിയൻ റാപ്സഡി എന്ന് പറഞ്ഞ ഒരു സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. ക്യൂൻ ബാൻഡിന്റെ ഫ്രെഡി മെർക്കുറിയെ പോലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് ആർമീസിനെ കൊണ്ട് പാട്ട് ഏറ്റു പാടിച്ചതൊക്കെ തങ്ങൾക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ഓർമ്മയായിരുന്നു എന്നും പറയുന്നുണ്ട്. അതാത് ദിവസങ്ങളിലെ ആർമീസിന്റെ എക്സൈറ്റ്മെന്റിനും എനർജിക്കും അനുസരിച്ച് തങ്ങളുടെ പെർഫോമൻസും പാടുന്ന രീതിയും മാറാറുണ്ടായിരുന്നു എന്നും വി പറയുന്നു. അതിനെ തുടർന്ന് ആര്യരാങ്ങിലെ സോങ്സിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. വേൾഡ് ടൂറുകളിലെ എവിടെ പോയാലും ആർമീസിന് ഏതു പാട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് FIA, ഹൂളിഗാൻ, ബോഡി ടു ബോഡി തുടങ്ങിയ പേരുകളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബോഡി ടു ബോഡിയിലെ ആര്യരാങ് ലിറിക്സ് വരുന്ന ഭാഗം ലോകമെമ്പാടുമുള്ളവര് ഭാഷാഭേദമന്യേ ഏറ്റുപാടാറുണ്ടെന്നും ടൂറുകളിൽ തങ്ങൾക്ക് ഏറ്റവും ആവേശം തരുന്നത് ഈ ഒരു ഭാഗമാണെന്നും പറയുന്നുണ്ട്. പിന്നെ ഹോബി ആങ്കറിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരമായി കുറച്ച് ബ്രിട്ടീഷ് സ്ലാങ്ങും അവർക്ക് തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി UK ആർമീസിന്റെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ ജങ്കൂക്ക് പറഞ്ഞത് വളരെ നീണ്ട നാളുകൾക്ക് ശേഷമാണ് തങ്ങൾ UK വരുന്നതെന്നും ആർമീസിനെ കാണാൻ സാധിച്ചതില് വലിയ സന്തോഷമുണ്ടെന്നും ആണ്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ കൺസേർട്ട് നടക്കാനുള്ളതിനാൽ അവിടെ വെച്ച് ആർമീസിനെ നേരിട്ട് കാണാൻ എക്സൈറ്റഡ് ആണെന്നും പറയുന്നുണ്ട്. ഇത്രയും കാലം തങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞും വരാനിരിക്കുന്ന കൺസേർട്ടുകളിൽ തങ്ങളുടെ 100% കഴിവ് പുറത്തെടുത്ത് മികച്ച ഷോ സമ്മാനിക്കുമെന്നും ഉറപ്പു പറയുന്നുണ്ട്. നംജൂണി ഇല്ലാത്ത ഈ ഇന്റർവ്യൂ ഇവന്മാര് കൊളാക്കുന്ന വിചാരിച്ചേ, പക്ഷെ മാനേജ് ചെയ്തു. Of course, 100%. Jungkook's English is so cute. ഇനി ഈ ചാനലുകാര് ഈ ഇന്റർവ്യൂവിന്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങാനും ഇറക്കിയാൽ അറിയാം എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചതെന്ന്. പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റില് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. നോർമൽ MVന്റെ ഷൂട്ടിനിടയില് വി പെട്ടെന്ന് ട്രൗസർ താഴ്ത്തുന്നുണ്ടല്ലോ, അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല പോലും. വി ആ സ്പോട്ടില് പെട്ടെന്ന് ചെയ്ത ഒരു ആഡ്ലിബ് ആയിരുന്നു എന്ന്. വിയുടെ പെട്ടെന്നുള്ള ആ ആക്ഷനും ബോൾഡായിട്ടുള്ള പെരുമാറ്റമൊക്കെ കണ്ട് അവര് തന്നെ അന്തം വിട്ടുപോലും. ജിന്നേട്ടൻ ഇത് പറഞ്ഞപ്പോ ആളൊരു ടാറ്റാ മൈക്ക് എക്സ്പ്രഷൻ ഇട്ട് നൈസായിട്ട് അങ്ങ് ഊരി.